സ്റ്റിൽ ഞാൻ കാര്യങ്ങൾ ഇതാക്കത്തില്ല, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിനക്ക്. എടാ മുത്ത ഫ്രീയാ? ലൈവ് കാണുന്നുണ്ടോ? ലൈവ് ഞാൻ തുടങ്ങി ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കണ്ടു, പിന്നെ ബിഗ് ബോസ് കണ്ടപ്പോ അങ്ങനെ പോയി. പറ. പിന്നെ ഇവിടെ ചാറ്റ് നിന്നെ വിളിക്കാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്നും കൂടി പറ. ഷാജാന്റെ കേസ്. ഷാജാന്റെ കേസ് എന്താ? ഷാജാന്റെ കേസിൽ ഞാൻ പറയുന്നു എന്നോട് ഒരു പ്രൊവോക്കേഷൻ പോകരുത്. അതാ ഞാൻ അത് തന്നെ ആ ഒരു കറക്റ്റ് സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ആക്സെപ്റ്റബിൾ ആണ് എല്ലാവർക്കും. നമ്മളൊരു വയലന്റ് ഫേസിക്ക് പോയാൽ എല്ലാവരുടെ പ്രൊഫഷനും പോകും, എല്ലാം പോകും. ഉണ്ടാക്കിയെടുത്തോടുന്ന രണ്ടാമത് ഇത് സുഖമുള്ള ഏർപ്പാടൊന്നുമില്ലല്ലോ. ചാറ്റ് ആരും വന്നിട്ട് കോടതി നിൽക്കുന്നില്ലല്ലോ, എന്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കും ആരുമില്ല. ഈ മാസം എന്ന് പറഞ്ഞ ആൾക്കാരെന്നെ നാളെ എന്ത് പറയും അറിയോ? ഇതാണോ മാതൃക? തല്ലും പിടി ഉണ്ടാക്കുന്നതാണോ ചോദിച്ചിട്ട് തിരിച്ചു കുറ്റം പറയും. അതെ, ഇതല്ലേ ഈ 2 ദിവസത്തെ മാസം, ഇത് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലാണ് സംസാരം വരികയും ചെയ്യാം. പിന്നെ അവർക്കും അത്ര തന്നെ ഉള്ളൂ. ഈ 2 ദിവസം കണ്ടന്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ആ സാധനം പോയി. പിന്നെ ഇപ്പൊ എന്ത് ചെയ്താലും അവരാന്ന് ആർക്കും അറിയാത്തത്. എങ്ങനെ പോയാലും നമ്മളെ വ്യൂസ് അങ്ങോട്ടേക്ക് പോവുക, പിന്നെ നമുക്ക് ലാഭമില്ല. വിസിബിലിറ്റി അങ്ങോട്ടല്ലേ പോണത്. അതാ അതിന്റെ കാര്യമില്ലല്ലോ. നിങ്ങളൊരു ടീമായിട്ട് നിക്കുമ്പോ നിങ്ങൾ ആ ടീമിന്റെ നിങ്ങളെ ഹാപ്പിനെസ്സും ഫണ്ണൊക്കെ ഇപ്പൊ പോയില്ലേ ഇതിനിടയിൽ? ചുമ്മാ വെറുതെ ഇത് അലമ്പ് കയറി വന്നിട്ട് കോൾ മരണനീഷ് എന്നല്ല പറയുന്നത് സായിയുടെ ചാറ്റില്. മരണനീഷിന് അനീഷാട്ടിനെ വിളിക്കണ്ട. അനീഷാട്ടിനെ പിള്ളേർ ഇവിടെ സെബിച്ചനല്ല ഇവിടെ ആർഡർ റെഡി ആയിട്ട് എന്താ പ്രശ്നമാണ്? സെബിച്ചനിൽ ഇടപെട്ട് കഴിഞ്ഞാട്ടില്ല. സെബിച്ചൻ ഇട്ട സ്റ്റോറി പോയിട്ട് നോക്കി നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സ്റ്റോറി പോയിട്ട് നോക്ക്. സെബിച്ചനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പേടിപ്പിക്കാൻ അറിയില്ല, ഇവർ നേരെ കയറി പണി ചെയ്യാം. മനസ്സിലാവും? അതാണ് എന്റെ മെയിൻ പേടി എന്ന് വെച്ചാൽ ഇവന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ കളവന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെന്റെ തലയിലാവും. എടാ, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂൾ കുട്ടി അവരെ വണ്ടി വയ്ക്ക് മുട്ട വലിച്ചെറിഞ്ഞാൽ അടക്കം എന്റെ പേരിൽ വരും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം അവിടെ. കുട്ടീന്റെ തലയിൽ വന്നിരിക്കും. അപ്പൊ അതിനൊന്നും നിക്കണ്ട. നിയമം കോടതിയും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ 2 കൂട്ടർക്കും പോവാലോ. അനക്ക് എന്റെ വഴിക്ക് ഓരോ വഴിക്ക് കൂടി പോവാലോ. അതാ. എല്ലാരും W സീക്രട്ട് ഏജന്റിന് മെച്ചൂർഡ് വേർഡ്സ്, മെച്ചൂർഡ് ഡിസ്കഷൻ. കൊറേ